ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിവേച്ച് ഹോം. ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ പലഹാരം വാഴയിലയിൽ അട തയ്യാറാക്കാം, ഇലയട ഉണ്ടാക്കാം. അതെങ്ങനെ തയ്യാറാക്കുന്നതിന് അതിന് എന്തൊക്കെ ചേരുവകളാണ് ചേർക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. പാത്രത്തിൽ കുറച്ച് വെള്ളം ഞാൻ നല്ലതുപോലെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വാഴയില ഇട്ട് കൊടുക്കാം. ഈ ഒരു സൈസിൽ ഷേപ്പിലുള്ള വാഴയില വേണം അട തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുക്കാൻ. ഓരോ പീസിലെയും ഇതുപോലെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. ഇതൊരു 2-3 മിനിറ്റ് വരെ ഈ വെള്ളത്തിലിട്ട് വെക്കണം. അങ്ങനെ ഇട്ട് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇല നമുക്ക് അട ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒന്ന് വാട്ടിയെടുക്കണം. ഒന്ന് വാട്ടിയെടുത്താലേ നമ്മളത് മടക്കുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് വാട്ടിയെടുക്കാനായിട്ട് വെക്കുന്നത്. നമുക്ക് ആ സമയം കൊണ്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. ഒരു 1.5 കപ്പോളം റൈസ് പൗഡർ, അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്തതാണെങ്കിലും കുഴപ്പമില്ല. ഇടിയപ്പത്തിനും അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി വേണം എടുക്കാൻ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ടേസ്റ്റിന് ആവശ്യമായിട്ട് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് ചൂടുവെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന അതേ അളവിലുള്ള ചൂടുവെള്ളത്തിൽ വേണം കുഴച്ചെടുക്കാൻ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ശേഷം കൈയൊന്നും പൊള്ളാതെ നല്ലതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. നമ്മൾ ഇടിയപ്പത്തിന് കുഴച്ചെടുക്കുന്നതിലും കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്ത് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. നമ്മുടെ കയ്യിൽ ഇങ്ങനെ മാവ് എടുക്കുമ്പോൾ ഇങ്ങനെ പറ്റി ഇരിക്കുന്ന ആ ഒരു പരുവത്തിൽ, പറ്റി പിടിച്ചിരിക്കുന്ന പരുവത്തിൽ വേണം മാവ് തയ്യാറാക്കിയെടുക്കാൻ. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഈ ഒരു പരുവത്തിൽ മാവ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഒരു 1.5 കപ്പോളം തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. ചെറിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു തേങ്ങ മൊത്തമായിട്ട് തിരുമ്മിയെടുക്കുക. മീഡിയം വലിപ്പമുള്ള തേങ്ങയാണെന്നുണ്ടെങ്കിൽ തേങ്ങയുടെ ഒരു 3/4% ഇങ്ങനെ തിരുമ്മിയെടുത്ത് വെക്കണം. ഇതിലേക്ക് ശർക്കരയാണ്, ഒരു 3/4 കപ്പോളം ശർക്കര ചീകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ജീരകവും ഒരു 3/4 ടീസ്പൂണുള്ള ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കയാണെന്നുണ്ടെങ്കിൽ 4-5 ഏലക്ക ഒന്ന് ചതച്ചോ പൊടിച്ചോ ഇട്ട് കൊടുക്കുക. ശേഷം ആദ്യം സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ശേഷം കൈ വെച്ചിട്ട് തേങ്ങ നല്ലതുപോലെ ശർക്കരയിൽ കൈ വെച്ച് തിരുമ്മി തേങ്ങയുടെ ആ നിറമൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ നിറമായി കിട്ടും. ശർക്കരയായിട്ട് ഇങ്ങനെ തിരുമ്മി യോജിപ്പിച്ചെടുക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു പരുവത്തിൽ തിരുമ്മി എടുത്ത് വെക്കണം. നമ്മൾ വാട്ടിയെടുക്കാൻ വെച്ചിരുന്ന ഇലയൊന്ന് വാടി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി അല്പം വെള്ളം കയ്യിൽ ഇങ്ങനെ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ചെറിയ ബോളിൻ്റെ പരുവത്തിൽ മാവെടുത്ത് ഇലയിൽ നല്ലതുപോലെ വളരെ തിന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇലയുടെ നടുക്ക് മാത്രമേ സ്പ്രെഡ് ചെയ്യാവൂ, സൈഡിലേക്ക് പോകരുത്. നമ്മൾ മടക്കുന്ന സമയത്ത് മാവെല്ലാം സൈഡിലായി പോകും. അതുകൊണ്ടിപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ഇതുപോലെ 4 സൈഡിലും കുറച്ച് സ്പേസ് ഇട്ടതിന് ശേഷം മാത്രം നടുക്ക് മാത്രം ഇതുപോലെ സ്പ്രെഡ് ചെയ്യുക. നമ്മൾ മിക്സ് റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ ശർക്കരയുടെ മിക്സും കൂടി ഇട്ട് കൊടുത്ത് ഇതുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കണം. ശേഷം നമ്മൾ ആദ്യം നടുക്കൂടെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യുക. നമ്മൾ എവിടം വരെയാണോ മാവ് വെച്ച് കൊടുത്തിട്ടുള്ളത് അത്രയും ഭാഗം മാത്രം അതിൻ്റെ മുകളിലേക്ക് വരത്തക്ക രീതിയിൽ കവർ ചെയ്യുക. ശേഷം ബാക്കി 4 സൈഡും ഇതുപോലെ കവർ ചെയ്യുക. നമുക്ക് ഇല ആണെങ്കിൽ വെള്ളത്തിലല്ലാതെ നമുക്ക് വെയിലത്ത് വേണമെങ്കിലും വാട്ടിയെടുക്കാം. നമ്മൾ വെള്ളത്തിൽ വാട്ടിയെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല വൃത്തിയായിട്ട് അതിലെന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോയി കിട്ടും. ബാക്കി മാവും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് ശർക്കരയും തേങ്ങയും വെച്ച് കൊടുത്ത് ഇതുപോലെ പരത്തി നമ്മൾ അട റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് ഒരു ഇഡ്ഡലി ചെമ്പിൽ ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇലയുടെ ഓരോന്നും എടുത്ത് വെച്ച് കൊടുത്ത് ഒരു 15 മുതൽ 20 മിനിറ്റ് സമയം എടുക്കും. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അടയൊക്കെ വെന്തോന്നറിയാനായിട്ട് ഇതുപോലെ നമുക്ക് ഇലയൊന്ന് മാറ്റി നോക്കിയാൽ ഒട്ടും മാവ് ഇലയിൽ പറ്റിപ്പിടിക്കാതെ ഇരിക്കുന്ന ഈ ഒരു പരുവത്തിൽ കിട്ടുവാണെങ്കിൽ നമ്മുടെ അട വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു അളവിൽ ഞാൻ എടുത്ത് ഈ 1.5 കപ്പ് അരിയുടെ അളവിൽ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 12 മുതൽ 13 അട വരെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.